ആ മോളെ തമ്പി എന്താ അപ്പ ഇവിടെ ഇരിക്കുന്നത്? വെറുതെ ഇരുന്ന മോളെ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണോ ചോദിച്ചാ ഓക്കെ അല്ല. എന്തു പറ്റി ഞങ്ങളെ? ആന്റി വീട് വലുതായോ? ആ ഇന്നലെ ഞാൻ ഈ വീടിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചോണ്ട് തന്നെ ഞങ്ങൾ വന്നത്. ഞങ്ങളാ? ഏത് ഞങ്ങള്? ആർക്കറിയാം. ഇതേ ആശുപത്രിയിലും ഡോക്ടറുടെ അടുത്തൊന്നും കൊണ്ടുപോയി ശരിയാവുന്ന കാര്യമല്ല. ഇത് ബാലു പറഞ്ഞ പോലെ ബാധ തന്നെയാണ്. അതെ, ആരും ബാലു പറഞ്ഞല്ലോ, ആ രാഘവ മാമ അവരുടെ ശിഷ്യനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് വരാൻ പറയോ, പറ്റി എന്ന് തന്നെ വരാൻ പറയാം. പപ്പായന് മമ്മി സമ്മതിക്കൂ? മമ്മി സമ്മതിക്കേണ്ടി നോക്കി നിന്നാലേ മോളെ പപ്പി ഇനി ഉണ്ടാവില്ല. ഓ പപ്പ, മമ്മി അങ്ങനൊന്നും ചെയ്യത്തില്ല. അത് ഉറപ്പിച്ച് അങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ. ആ ഉറങ്ങി കിടന്നപ്പോളേ എന്നെ കുത്താൻ വന്നതാ. അതറിയോ, എനിക്ക് നല്ല പേടിയുണ്ട്. അത് പപ്പ സ്വപ്നം കണ്ടെന്നല്ലേ മമ്മി പറയുന്നേ? സ്വപ്നം ഞാൻ ശരിക്കും കണ്ടതാ. കത്തി എടുത്ത് എന്നെ കുത്താൻ വരുന്നു. ദേവരുന്നു. എന്താണ് എല്ലാരും കൂടി ഗൂഢാലോചന? എല്ലാരും കൂടെ തന്ത്രപരമായി ആലോചിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണല്ലേ? ഓ മമ്മി, ഞാൻ പപ്പ ഇവിടെ ഇരുന്ന് കണ്ടപ്പോ ചുമ്മാ സംസാരിക്കാൻ വന്നാ. ശരി ശരി, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ആ ഞാൻ കഴിച്ചിട്ടാ വന്നേ. നല്ല ചൂട് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ഉണ്ട്, കഴിച്ചിട്ട് പോടും. ഞങ്ങൾ നല്ല ചൂട് പുട്ടും കടലയും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സത്യം? ആ രണ്ടുപേരും വെറുതെ വന്നേ? ആ ഞങ്ങൾ ചുമ്മാ വന്ന പപ്പയും മമ്മി ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടി ചുമ്മാ വന്നു. എന്നിട്ട് കണ്ടിട്ട് മമ്മി പപ്പ ഓക്കെ ആണോ? പിന്നെ ഒരു കുഴപ്പമില്ല. റാം അകത്ത് കണ്ടില്ല, അതാ ഞാൻ പുറത്ത് അന്വേഷിച്ച് വന്നത്. കോഫി കുടിച്ചപ്പോ വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. ഓക്കെ, അല്ല ഞാൻ അകത്തേക്ക് പോവാ. ബ്രേക്ക്ഫാസ്റ്റ് തണുത്തു പോവും, വേഗം വരണേ. ഓക്കെ തമ്പി, ശരി. ഞാൻ പറഞ്ഞത് മറക്കണ്ട, പറ്റിയിരുന്നു തന്നെ. ഓക്കെ വീണ്ടും വയലന്റ് ആയ? വയലന്റ് ആവുക മാത്രോ, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. ഇത് ഞങ്ങളെ കിട്ടാലേ മാറത്തുള്ളൂ തോന്നുന്നു. പോടാ അവിടെ. നീലമ്മ, പപ്പ പറഞ്ഞത് മമ്മിയുടെയും പപ്പയുടെയും കുഴപ്പമൊന്നുമില്ല, ആ വീടിന്റെ കുഴപ്പമാണ്. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. അച്ഛാ, അങ്കിള് പറഞ്ഞതേ അച്ഛൻ പറഞ്ഞ ആ മന്ത്രവാദിനെ വിളിക്കാനാ. ആ ഇപ്പൊ മറ്റൊരു വഴിയില്ലെങ്കിൽ ഞാൻ വിളിക്കാം. അതേത് മന്ത്രവാദിയാ ബാലു? എനിക്കറിയില്ലല്ലോ അങ്ങനത്തെ ഒരു മന്ത്രവാദി. നീ അറിയാൻ വഴിയില്ല, അതേ എപ്പോഴും ധ്യാനത്തിലായിരിക്കും. പിന്നെ അച്ഛനെങ്ങനെ അറിയാം? അച്ഛനെല്ലാം അറിയാം. അച്ഛനറിയാത്ത കാര്യങ്ങളൊന്നും ലോകത്തില്ലല്ലോ. പറ ബാലു, നിനക്ക് എങ്ങനെ അറിയാം? അങ്ങനെ എല്ലാ കാര്യവും എല്ലായിടത്തും പറയാൻ പറ്റൂ. ചില കാര്യങ്ങളൊക്കെ രഹസ്യങ്ങളാണ്. ഇതെന്ത് ഉടായ്പ കേസാണ്? ഒരു ഉടായ്പും ഇല്ല. ഞാൻ പോയി മന്ത്രവാദിയോട് സംസാരിച്ച് മന്ത്രവാദിയെ കൂട്ടിട്ടേ വരുള്ളൂ. കൊച്ചിന്റെ പപ്പയുടെ പോയി പറ, ഇന്ന് ആ വീട്ടിലെ ബാധ വഴി എന്തും നേരിടാൻ തയ്യാറായിട്ട് പറ. ബാലോച്ചല്ല ശരിയാക്കുമായിരിക്കുമല്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പോടി, എനിക്ക് ബാലോച്ചന വിശ്വാസമാണ്. ചേച്ചി ധൈര്യമായിട്ടീ. അച്ഛനൊരു കാര്യം ഏറ്റ അത് തീരുമാനമാക്കിയിരിക്കും. എന്താണ് സ്പെഷ്യൽ? അത് വെന്തിക്കില്ല. സൂപ്പർ, താങ്ക് യു. അതാരാ ഈ സമയത്ത് ബെല്ലടിക്കുന്നേ? അതെ, ബാലു പറഞ്ഞില്ലേ ഒരു മന്ത്രവാദി വരുന്നുള്ളത്. എനിക്ക് തോന്നുന്നു എത്തിയെന്നാ തോന്നുന്നു. റാംബോ അയാളെ പറഞ്ഞു വിട്ടെ, എനിക്ക് ഇതിലൊന്നും വിശ്വാസം അറിഞ്ഞൂടെ? വിശ്വാസത്തിന്റെ അല്ല ഹൈമ, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതങ്ങ് മാറിപ്പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. നിങ്ങൾ വേണം ആദ്യം തല്ലാൻ. ഓരോരോ അന്ധവിശ്വാസം കൊണ്ട് ഇറങ്ങിയിരിക്കുക. അതെ, ഇത് സാധാരണ മന്ത്രവാദിയൊന്നും അല്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും വേദങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളാ. വർത്താനം കേട്ടെന്നോ നിങ്ങൾ അങ്ങോട്ട് കലക്കി അരച്ചു കുടിപ്പിച്ചെന്ന്? ആ എന്ത്? അല്ല, അയാൾ അരച്ചു കലച്ച് കുടിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് വയങ്കി വേണ്ട, ഞാൻ പോയി അങ്ങനെ പറഞ്ഞു വിട്ടോളാം. ഇതാണോ നിങ്ങൾ പറഞ്ഞ മന്ത്രങ്ങൾ അരച്ചു കുടിച്ച ആള്? ഇത് ബാലു അല്ലേ? അല്ല, കാണുമ്പോ അതുപോലെ ഉണ്ട്. ബാലു അല്ല,
ഗുരു ബാലുനാഥ്. അതാണ് അടിയന്റെ നാമധേയം. ബാലു നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയേ. നിങ്ങളുടെ ഭവനത്തിൽ ദുഷ്ടശക്തികൾ വളയപ്പെട്ടിരിക്കുന്നു. ഖണ്ഡം ഖണ്ഡമായി ഞാൻ പറയുന്ന മന്ത്രോച്ചാരണ ശക്തിയിൽ ഇവിടുത്തെ ദുരാത്മാക്കളൊക്കെ ഓടി അകലും. ബാലുവേ. ഗുരു ബാലുനാഥ്. ഗുരു ബാലുനാഥ്. ബാലു ഞാൻ അവസാനമായിട്ട് പറയാ, പോയേ. പോകൂല. മിസ്റ്റർ രാംകുമാർ, ഹോമത്തിന് വേണ്ടി ഞാൻ ലിസ്റ്റ് തന്നല്ലോ, സാധനങ്ങളൊക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഗുരു ബാലുനാഥ്. ആ, ഇവിടെ ഒരു ഹോമവും മന്ത്രവാദം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഞാനിവിടെ ഹോമം നടത്തും. ദുരാത്മാക്കളെ തളയ്ക്കുകയും ചെയ്യും. എനിക്ക് വിശ്വാസ. ഈ പടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മിസ്റ്റർ രാംകുമാർ, എന്നെപ്പറ്റി താങ്കളുടെ പത്നിക്ക് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആത്മാക്കളെ തളയ്ക്കാനേ ഹോമത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ചൂണ്ടുവരൽ മതി. ഗുരു ബാലുനാഥ്. ഭയപ്പെടേണ്ട മിസ്റ്റർ രാംകുമാർ. നിങ്ങൾക്ക് ധൈര്യം പകരാൻ വേണ്ടി എൻ്റെ ഒരു ജീവിതാനുഭവം ഞാൻ പങ്കുവെച്ചു. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പണ്ട് എൻ്റെ ഗുരുനാഥനായ രാഘവ മാമനും പ്രധാന ശിഷ്യനായ ഞാനും പിന്നെ കുറച്ച് അപ്രധാന ശിഷ്യന്മാരെ 10-24 പേരും കൂടെ മാർത്താണ്ഡത്ത് പോയി. ഒരു കൊടും വനത്തിലാണ് ഒരു യക്ഷി തളയ്ക്കാൻ. വനത്തിനകത്തോട്ട് കടന്നതും യക്ഷി എതിരെ വരുന്നു. എൻ്റെ ഈ തേജസ് കണ്ട് യക്ഷി ആദ്യം ഒന്ന് പകച്ചു നിന്നു. ഞാൻ അങ്ങോട്ട് യക്ഷി നോക്കി, യക്ഷി എന്നെ നോക്കി. പെട്ടെന്ന് എൻ്റെ പറയുന്ന രാഘവൻ യക്ഷി കണ്ടു. യക്ഷിക്ക് കലി സഹിക്കാതെ ചീറിപ്പാഞ്ഞ് അടുത്ത് വന്നതും ചൂണ്ടുകൊണ്ട് ഒറ്റ ചൂണ്ടു. യക്ഷിയെ ഞാൻ അവിടെ നിർത്തി. എൻ്റെ ജ്വലിക്കുന്ന കണ്ണുകൾ യക്ഷി നോക്കി. എൻ്റെ കണ്ണിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശത്തിൽ യക്ഷി അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. യക്ഷി എന്നെ നോക്കുന്നു, ഞാൻ യക്ഷിയെ നോക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് ആരുമില്ല. ഇവളെ തലയിൽ ആണി അടിച്ച് വീട്ടിൽ വേലക്കാരിയായിട്ട് കൊണ്ട് നിർത്തിയാൻ തോന്നും. പിന്നെ ആലോചിച്ചാൽ ശരിയാവും. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിയമങ്ങളും അത് അനുവദിക്കുന്നില്ല. ഇങ്ങനെ ആലോചന നിന്നപ്പോൾ ഈ കള്ള രാഘവമാമൻ പിടിച്ച് രക്ഷ തളച്ചു പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണ്, ബാലുനാഥ്, ആ കാഞ്ഞിര മരത്തിൽ ഈ യക്ഷി തളയ്ക്കാൻ. ഈ കുറേ വിഷമമുണ്ടായിരുന്നു, പാവം, ഞങ്ങൾ തളച്ചു. ഇപ്പോഴും മാർത്താണ്ഡം കാട് വഴി പോകുമ്പോൾ ആ കാഞ്ഞിര മരത്തിൽ വിളിയേക്കും, ബാലുനാഥ് തുറന്നു വിടും. അങ്ങനെയുള്ള ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അതിനാ പഠിക്കണേ? എനിക്ക് ഒട്ടും പേടിയില്ല, എനിക്ക് വിശ്വാസം. ഈ ബാധ ഒഴിപ്പിക്കാൻ എനിക്കൊരു ഹോമത്തിന്റെ ആവശ്യമില്ല. മിസ്റ്റർ രാംകുമാർ, ഈ വീട്ടിലെ എല്ലാ ദുരാത്മാക്കളും കുടികൊള്ളുന്നത് താങ്കളുടെ ഈ പത്നിയുടെ ദേഹത്താണ്, ഈ ഹൈമയുടെ ദേഹത്ത്. നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? അതൊരു മിറാക്കിളാണ്. ഇയാളെ പറഞ്ഞുവിട്. ഇയാളെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ. നീ എന്തൊക്കെ പ്രസംഗിച്ചാലും നിന്നെ ഇന്നിവിടെ തളച്ചിട്ടേ ഞാൻ പോകും. മിസ്റ്റർ രാംകുമാർ, എവര് പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ദുരാത്മാവേ, എന്റെ മകന്റെ ഭാര്യാപിതാവിന്റെ പത്നിയുടെ ദേഹത്തുള്ള ഈ ദുരാത്മാവ് ഒഴിഞ്ഞു പോകൂ. ഇല്ലെങ്കിൽ വളരെ ക്രൂരമായ മർദ്ദനമൂലങ്ങൾ സ്വീകരിക്കേണ്ടി വരും. എങ്ങനെ? മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ മുതുകടിച്ചാൽ പൊളിച്ചോളൂ. എന്നാ നിങ്ങളുടെ അവസാനമായിരിക്കും. ഒരു ബാലുനാഥ്, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ഇത് ഹൈമാവതി അല്ല സംസാരിക്കുന്നത്. ഹൈമാവതിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ദുരാത്മാവാണ്. ഞാൻ 5 വരെ എണ്ണം. അതിനുള്ളിൽ എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ ഒരു ബാലുനാഥ്. രാംകുമാർ, ഭയപ്പെടണ്ട. 5 ഓം ഫുട് സ്വാഹ. 4 ഓം കാളിയേ നമഃ. 3 ഓം അടരക്ഷിക്കുന്ന ഗന്ധർവ പുരുഷായ നമഃ. 2 ഓം സ്വാഹ. യേശുവേ കർത്താവേ മുരുകാ അയ്യപ്പ. 1
അല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകും. എന്താ കൊച്ചേ? എന്തിനു വിളിച്ചു പോകണേ? ഞാൻ ആരുടെ പേരാ വിളിച്ചേ? ബാലുവച്ചൻ. ആണേ, ബാലുവച്ചൻ എന്നാണേ വിളിച്ചേ. എന്നിട്ട് ബാലുവച്ചൻ ഒഴിച്ച് ബാക്കി എല്ലാരും വന്ന്. എന്റെ പൊന്നു വെച്ച കിടന്നു കീറാതെ കാര്യം പറ. പറഞ്ഞത് ശരിയാണല്ലോ. അച്ഛാ അവിടെ? അച്ഛോ അച്ഛോ. നിൽക്കുന്ന ചോദിക്കാൻ എന്താ പ്രശ്നമെന്ന്. ബാലു, എന്താ പ്രശ്നം? അയ്യോ, ബാലുവല്ല, ഗുരു ബാലുനാഥ്. ആരി? ഗുരു ബാലുനാഥ്. കൊച്ചേ, എന്താ വെച്ചാൽ തെളിച്ചു പറ. നീലമ്മ, ഏതോ ഒരു മാമന്റെ അരുമ ശിഷ്യനെ കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേ ബാലുച്ചൻ? ആ, അച്ഛൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. അയ്യോ, കൊണ്ടുവന്ന് ഇന്നലെ വന്നായിരുന്നു അരുമ ശിഷ്യൻ. വന്നായിരുന്നാ? അപ്പൊ വീട്ടിലെ പ്രശ്നമൊക്കെ തീർന്നാ? പിന്നെ വീട്ടിലെ പ്രശ്നം ഒക്കെ തീർന്ന്. ആ, ഈ ബാലുച്ചന്റെ മന്ത്രവാദിയുടെ വേഷം കൊട്ടി വന്നേക്കായിരുന്നു. ഒരു അമ്മയെ കണ്ടിട്ട് പേടിച്ചോടി. പേടിച്ചോടിയോ? ആണാച്ചാ? ആ ഓട്ടോ ഒളിമ്പിക്സിൽ ഓടിയായിരുന്നെങ്കിലേ ഇവിടെ സ്വർണ്ണ മെഡൽ ഇരുന്നതെന്നാ പപ്പ പറഞ്ഞത്. എന്നിട്ട് മക്കൾ അച്ഛനെ കൊടുക്കുന്ന ബിൽഡപ്പാണ് സഹിക്കാൻ വയ്യാത്തത്. എന്തിനാ ബാലു ആവശ്യമില്ലാത്ത പണിക്ക് പോണത്? ഇതൊന്നും പോരാഞ്ഞിട്ട് എന്റെ മമ്മിയുടെ ദേഹത്ത് ബാധ എന്ന് പറഞ്ഞോണ്ട് ചൂടിൽ വെച്ച് കുറെ തല്ലി. ആണോ ബാലു? അത് ഈ ബാധ ഒഴിപ്പിക്കുന്ന ഭാഗമായിട്ട് അച്ഛൻ തിരിക്കും. കാണാൻ പറ്റിയില്ലല്ലോ. പോച്ച അവിടുന്ന് ഇരകടം കൊടുക്കുമ്പോ നമ്മളവിടെ വിളിക്കണ്ടേ? കണത്തിന് കൊടുത്താ കൈത്തരിപ്പ് തീരുന്നത് വേഷം കൊടുത്തിട്ടുണ്ട്. ബാലേച്ചാ, അച്ഛാ, അടിയൊക്കെ കൊടുത്തിട്ട് ബാധ പോയാ? ബാധ എന്റെ മമ്മയെ കണ്ടിട്ട് പേടിച്ചിറങ്ങി ഓടി. അല്ലാതെ അയ്യേ, ആണോ ബാലു? പക്ഷെ നീ ഓർത്ത്, നീ പറയുന്നത് ശരി തന്നെ. അഴിമതിയുടെ ദേഹത്തെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത്. അത് ഒഴിപ്പിക്കാൻ ഞാൻ പഠിച്ച മന്ത്രം മതിയായിരുന്നു. പക്ഷെ അവിടെ കണ്ട കാര്യം പറഞ്ഞാ നിങ്ങൾ ആരും വിശ്വസിക്കൂല. അയ്യോ, അല്ലെങ്കിലും ബാലേച്ചനെ ഞാൻ ഇനി വിശ്വസിക്കത്തില്ല. ഒന്ന് പാച്ച കിടന്ന് ആദ്യം പറയണത് കേക്ക്. നിങ്ങളവിടെ എന്താ കണ്ടത്? കുട്ടമ്പിള്ള ഒരു കുട്ടി തോർത്ത് എടുത്തോണ്ട് കുട്ടിച്ചെത്തനെ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ വാരിക്കണല്ലോ കേക്കണ്ടാ, പിള്ളേരെ ഇവിടെ നിക്കണ്. പിന്നെ എനിക്ക് ആലോചിക്കാൻ സമയം തടി. നടന്നാരിയല്ലേ അച്ഛാ പറയുന്നേ? ഇതെന്തിനാ ആലോചിക്കുന്നത്? കൊച്ചാ, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പിന്നെ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ശരി, എന്നാ പറ, എന്താ കണ്ടത്? അതെ, ഞാൻ ഉച്ചരിച്ച മന്ത്രത്തിന്റെ ശക്തിയിൽ ആ വീട്ടിലെ ശരിക്കുള്ള ആത്മാവ് പുറത്തു വന്നു. ശരിക്കുള്ള ആത്മാവാച്ചാ? പിന്നെ ഇല്ലേ, എടാ വീട്ടിനകത്ത് നിൽക്കണടാ, മുടിയെ കഴിച്ചിട്ട് ഒരു വല്ലാത്ത രൂപം തന്നെ. അതിനെ തിളക്കേണ്ട മന്ത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലടേ. അതിൽ ഞാൻ എടുത്താടി ഓടിയത്. അങ്ങനെ പറ. അത് നോർമൽ സാധനമല്ല. എന്താ രക്തരക്ഷസായിരിക്കും. രക്തരക്ഷസ്. ആ, ഇല്ലെങ്കിൽ അച്ഛൻ പിടിച്ചു നിർത്തിയേനെന്ന്. പിന്നെ അല്ല, അച്ഛൻ ഓടി നന്നായി, ഇല്ലെങ്കിൽ ഉയിര് പോയി. കൊച്ചേ, തൽക്കാലം രാകുമാർ ഹൈമതി എന്ന് അറിയണ്ട, വെറുതെ ആരെ പേടിപ്പിക്കണ്ട. ഇതേ ഞാൻ എന്തെങ്കിലും വഴി കാണാം. അച്ഛൻ പറഞ്ഞാ ശരി. പാറു കേട്ടല്ലോ, അവരെ കാണുമ്പോ അച്ഛൻ പറഞ്ഞൊന്ന് വിളിച്ചു പറയരുത്. ഞാൻ ശ്രമിക്കാം. നല്ലൊരു പോയി. ബാലേച്ചൻ പറഞ്ഞത് സത്യമാണോ? ഇല്ല തോണ കൊച്ചേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാനൊരു പരിഹാരം കണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോ, ചെല്ല്. നീ പോലടേ. അല്ല, ഒരു കാര്യം ചോദിക്കാനാ. നിങ്ങളവിടെ എന്തുണ്ടെന്നാ പറഞ്ഞേ? രക്തരക്ഷസ്. ആ, ഈ രക്തരക്ഷസ് കൊടവയറും ചാടി മീശയൊക്കെ പിരിച്ച് സ്റ്റിക്കും പിടിച്ചാണോ നിൽക്കണേ? എന്റെ അച്ഛനെ പറയണല്ലോ, കൊന്നുകളഞ്ഞു. എന്റെ അച്ഛനെ പറയാൻ എനിക്കും അറിയാം പറയാൻ. ഇതൊക്കെ പിള്ളേര് വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കൊന്നുമില്ല. ഉമ്മ അറിഞ്ഞടി, ആ പെണ്ണുപിള്ളക്ക് രണ്ടടിയുടെ കുറവ് നിനക്ക് തോന്നിയിട്ടില്ലേ? രണ്ടൊന്നും അല്ല, കുറച്ചടിയുടെ കുറവുണ്ട് അവർക്ക്. കുറെ അടിച്ചായിരുന്നു. ഇന്നലെ വേഷ കൊടുത്ത് കൊതി തിരുന്നവരെ അടിച്ച്. ഈ അല്ലാതെ അവരെ അടിച്ചാലേ പ്രശ്നമുള്ളൂ. ബാധ ഒഴിപ്പിക്കലുള്ള ഭാഗമായിട്ട് എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കേസൊന്നുമില്ല. പക്ഷേ എനിക്കവിടെ വരാൻ പറ്റിയില്ലല്ലോ. ഞാനും കൂടെ വരേണ്ടതായിരുന്നു. അടുത്തന്നെ അവരിന്ന് സാഹചര്യം ഒരുക്കി തരും, അപ്പം കൊടുക്കാം. അല്ല, നിങ്ങളെന്തിനാ ഓടിയത്? ഇടി അവർ രാംകുമാറിനെ കഴിച്ചിട്ട് ഒരൊറ്റ പിഴി പിടിച്ച്. ഞാൻ വിചാരിച്ച അവൻ ചട്ടെന്ന് സാക്ഷി പറയണ്ട, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. ആ, തൽക്കാലം വിശ്വസിക്കാം. ഹലോ. ആ, ഇല്ലില്ല, ഞങ്ങൾ എത്തിക്കോളാം. ഞങ്ങൾ 3 പേരും പറഞ്ഞ സമയത്ത് അവിടെ എത്തിയിരിക്കും. എങ്ങനെ? വേണ്ട വേണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ കോപ്പി ഞാൻ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. ഇല്ലില്ല, അങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ.
എന്താ ഹിമ? അവരാ വിളിച്ചത്. നമുക്ക് പോകാനുള്ള സമയമായി. അല്ല, എന്താ പറഞ്ഞേ? 2-3 ദിവസത്തിനുള്ളിൽ അവിടെ എത്തണമെന്ന്. അല്ല, അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ദിയയോട് അവിടെ പോയാൽ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. നടക്കില്ലെന്ന്. ദിയ തിരികെ വരും എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഒരു ദിവസത്തേക്ക് നമ്മൾ പോകുന്നു, തിരികെ വരുന്നു. അങ്ങനെ മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ. തിരികെ വരില്ലെന്ന് ആരും അറിയാൻ പാടില്ല. ഓക്കെ. 3 ടിക്കറ്റ് മുംബൈയിലേക്ക് ബുക്ക് ചെയ്യണം. അതിൻ്റെ കോപ്പി അവർക്ക് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് റിട്ടേൺ ടിക്കറ്റ് 3 ബുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ തിരിച്ചു വരുന്നുണ്ടോ? ഓ, റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുംബൈയിലേക്ക് പോകണമെന്ന് ബാലു വീട്ടുകാരെ ബോധിപ്പിക്കാനാ. ആ, ഓക്കെ. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അവരിങ്ങോട്ട് വരും. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. നമ്മൾ പോയിരിക്കും. ഷുവർ. ഇത് ആരോടും പറയില്ലല്ലോ. ആ, അതാണ് എനിക്ക് പേടി. വേറെ പ്രശ്നമൊന്നുമില്ല. ആരോടും പറയരുത്. ആ, ബാലച്ചാ, നീലമ്മ. പറഞ്ഞോ? അയ്യോ രാംകുമാർ ഹൈമോയി എടുത്ത് പറവട തള്ളിയാ. ചോ, അതല്ല, ഒന്ന് പോയേ. ചുമ്മാ ഇരുവാലും കൊച്ചു പറ. ഇതെന്തോ ടിക്കറ്റാ? ലോട്ടറി ടിക്കറ്റ് ആണോ? അല്ലടാ, ഇത് ഇവർക്ക് പോവാനുള്ളതിന്റെ ടിക്കറ്റ്. എന്ത് ബാലു നോക്കണേ? അല്ല, ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവേ പാറപ്പടയിലേക്ക് തിരിച്ചു വരണം. ഞാൻ ചെറുകിട ശബ്ദം കേൾക്കില്ലേ? കേടാ ഉണ്ടാ. ബാലച്ച ചുമ്മാ തമാശ പറയല്ലോ കേട്ടോ. കുറച്ച് ദിവസം കൂടെ ഉള്ളു പോവാന്. ചേച്ചി എന്തോ ടെൻഷൻ അടിക്കുന്നേ? പോയിട്ട് തിരിച്ചു വരുന്ന ചേച്ചിക്ക് ഉറപ്പല്ലേ? അതൊക്കെ ഉറപ്പാ. അത് റിട്ടേൺ ടിക്കറ്റും ഉണ്ട്. പക്ഷെ 2-3 ദിവസം നിങ്ങളൊക്കെ പിരിഞ്ഞിരിക്കണ്ടേ? അയ്യോ മക്കളവർക്ക് അതെങ്ങനെ? അത് സംഭവം ശരിയാണ്. 2 ദിവസം പിരിഞ്ഞിരിക്കണോ നിനക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്ക്. നീ പോയോടി നമ്മളെ വീട്ടിൽ സന്തോഷം സമാധാനം കളിയാടൂലേ? അങ്ങനെ നീ ചിന്തിക്കാതെ. അത് ശരി. ഇപ്പൊ ഞാൻ പോയ ഇവിടെ ആർക്കും ഒരു വിഷമമില്ലല്ലേ? എന്തിനി പിന്നെ 2 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് കയറി വരൂ എന്നുള്ള സങ്കടത്തിലാണ് ഞങ്ങള്. ഞാൻ മേടിച്ച ഞാൻ പോവാന്ന് പറയുമ്പോ നിങ്ങളെല്ലാം കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് കരയൊന്ന്. അതിന്റെ ആവശ്യം തോന്നുന്നു. അതിന്റെ ആവശ്യം തോന്നുന്നു. കൊച്ചേ, എന്തോ നീ കാണിക്കണത്? ആരെങ്കിലും കണ്ടാ വിചാരിക്കേ അമ്മായപ്പന മരുമോള് തല്ലുകാന്ന്. പിച്ചുവായി. കൊച്ചേ, വിഷമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരുന്ന പ്രശ്നങ്ങൾ തീരുവോ? ഇല്ലല്ലോ. കൊച്ചിനെ ഹാപ്പി ആക്കി വിടണം. കൊച്ചവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സന്തോഷത്തോടെ ഇവിടെ തിരിച്ചു വരണം. അത്രേ ഉള്ളൂ. വളരെ ശരിയാ നീലു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സന്തോഷമൊരു ജീവിതം. അതാണിപ്പോൾ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മന്ത്രവാദത്തിന് ശേഷം മനസ്സിന് നല്ല സന്തോഷം സമാധാനമുണ്ട്. പിന്നെ ബാലുവിൻ്റെ അവസാനത്തെ ഓട്ടം അതാണ് സൂപ്പറായിരുന്നു. കലക്കിട്ടാ. അത് ഈ ചടങ്ങിന്റെ അവസാനം അങ്ങനെയാണ്. ആത്മാവിനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അധിക സമയം നിൽക്കരുത്. ഓടി തള്ളുകളാണ്. അതായിരുന്നു കറക്റ്റ്. വേണ്ടോ കണ്ട് പാറ എന്താ പറയാമെന്നല്ലോ? ഒന്നുമില്ല മമ്മി. ടിക്കറ്റ് വന്ന കാര്യം എല്ലാവരോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നു. പോകേണ്ട ഡേറ്റ് സമയം കയ്യിലുണ്ട്. പിന്നെ റിട്ടേൺ ടിക്കറ്റ് അവരെന്നെ അയച്ചു തന്നിട്ടുണ്ട്. സത്യം പറയാലോ രാംകുമാറെ, നിങ്ങൾ പോണ കാര്യം ആലോചിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. ഞങ്ങൾ വെറുതെ ധൈര്യം കാണിച്ച് നിൽക്കുക. ഇനി കൊച്ചിനെ കൊണ്ട് നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമോ? ഇനി അവിടെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊക്കെ ഓർക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാ. എനിക്കൊരു ടെൻഷനും ഇല്ല. പാറക്കുട്ടിക്ക് മാത്രമുള്ള ആന്റി വിശ്വാസം. അതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ പോയിട്ട് വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. പോടി, ചുമ്മാ പേടിപ്പിക്കാതെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരിയാണ്. ഞാൻ ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സംശയം തോന്നും. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും. രാംകുമാറേ വരുമല്ലോ അല്ലേ? വരാതെ എവിടെ പോവാനാ ബാലു? ഉറപ്പായിട്ട് വരും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ശരി. അച്ഛാ, ഇപ്രാവശ്യം ഇവരെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു. തൽക്കാലം വിശ്വസിക്കാം. എനിക്കും അത്ര വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് നല്ല സംശയമാണ്. തനിക്ക് വലിയ ഭാരിച്ച സംശയമൊന്നും വേണ്ട കേട്ടാ. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഒന്നും സംഭവിക്കില്ല. അല്ല, ഇതിനപ്പോ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ വേറെ വഴിയുണ്ട്. ശ്രീരു മന്ത്രവും കർമ്മത്തിലൂടെ എല്ലായിടത്തെല്ലാം പറഞ്ഞു കൊടുക്കണേ. എന്താ ഞങ്ങൾ അറിയാത്ത കാര്യം എന്താണ്? എല്ലാം നിങ്ങൾ അറിയിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പറഞ്ഞെന്താ? എനിക്ക് പറയാൻ മനസ്സില്ല. എന്തിനാ ഇങ്ങനെ അറിയേ? പറയണോ? പറയണോ? ഒരു സെക്കൻഡ്. നീലമ്മ വരുമോ? ജോലി
പിന്നെ പറഞ്ഞുതരാം. നാണകർത്തല്ല. എന്നാ പിന്നെ മര്യാദയ്ക്ക് നിന്നോ. ആർക്കും ഒരു സംശയം തോന്നിയില്ല അല്ലേ? ഏയ് ആർക്കും ഒരു സംശയമില്ല. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ആ പാറക്കുട്ടി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേ മറ്റേ ശിവാനി ഒന്ന് ഒറ്റപ്പെടുത്തും പിടിച്ചോളൂ. ആ അത് ഞാൻ ശ്രദ്ധിച്ചു. നമ്മളതൊന്നും മൈൻഡ് ആക്കണ്ട. നമ്മൾ പോവാനുള്ള സമയം എടുത്തിരിക്കുകയാണ്. അവരെന്താന്ന് ചോദിപ്പിച്ചോട്ടെ, നോ പ്രോബ്ലം. ഈ വീട്ടിലുള്ള പ്രേതങ്ങളെ പിശാചികളെ ഞങ്ങൾ പോവാണ്. നിങ്ങൾ ഇനി ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി.